ഇപ്പൊ വൈകുന്നേരത്തെ ഉറക്കൊന്ന് ഉറങ്ങി എണീച്ചതേ ഉള്ളൂ. അത് ശരി. അല്ല, രമേശിന് പിള്ളേരൊക്കെ എന്തേ? പിള്ളേർ രണ്ടൊരു മുറ്റത്തിട്ട് കളിക്കുക. അവള് അടുക്കളയിലുണ്ട്. രമേശ് പിന്നെ പണിക്ക് പോയതാ. ആണോ? അല്ല അമ്മേ, അഞ്ചു വിളിച്ചായിരുന്നോ? ഓ, കാലത്ത് വിളിച്ചായിരുന്നടി. ഇങ്ങോട്ടേക്ക് നാളെ വരാന്നാ പറഞ്ഞേ. അല്ല, നിനക്കോ മരുമോൾക്കൊക്കെ ഒഴിവുണ്ടെങ്കിലേ പിള്ളേരെയും കൂട്ടി നിങ്ങൾ നാളെ അങ്ങോട്ട് പോരി. എത്ര ദിവസമായി ഒന്നെല്ലാരും ഒന്നിച്ച് കൂടിയിട്ടേ. അതെ, പിന്നെ അമ്മേ, ഞങ്ങളെല്ലാരും കൃഷ്ണേട്ടൻ അവിടെ ഇല്ലയോ? പിന്നെ എങ്ങനെ അങ്ങോട്ട് വരാനാ? ഞാൻ കൃഷ്ണേട്ടനോട് ചോദിച്ചു നോക്കട്ടെ. അതിനെന്താടി, ഞാനും കൊറേ ദേവകേടത്തിനും ഏട്ടനൊക്കെ കണ്ടിട്ട് എല്ലാരും കൂട്ടി ഇങ്ങോട്ട് പോരുന്നേ. ഒരു 2 ദിവസം എല്ലാരും കൂടെ ഒരുമിച്ച് നിക്കാലോ. ഓ, ആയിക്കോട്ടെ അമ്മേ, ഞാൻ കൃഷ്ണേട്ടനോട് സംസാരിച്ചു നോക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ മക്കളെ. എന്തായാലും കൃഷ്ണനി പിള്ളേരെയൊക്കെ ചോദിച്ചെന്ന് പറയണ്ടേ. എന്തായാലും നോക്കിട്ട് വിളിക്കിട്ടോ. ശരി അമ്മേ, എന്നാ ശരിയേ, വെക്കു കേട്ടോ. പാടി മോളെ, പിള്ളേരെ ശ്രദ്ധിക്കിട്ടോ. ശരി അമ്മേ. അമ്മേ, ആ പാടി മോളെ. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കമ്മേ. വരുന്നേ. പിന്നെ നാളെ ചിലപ്പോ നന്ദിനിയും പിള്ളേരും ദേവകീർത്തിയും അങ്ങനെ എല്ലാരും ചിലപ്പോ വന്നിരിക്കും. ഉറപ്പില്ലടി മോളെ, ചിലപ്പോ വന്നിരിക്കും. ഞാനേ ഇപ്പൊ വിളിച്ചു പറഞ്ഞായിരുന്നു. കൊറേ ആയല്ലോ എല്ലാരും ഒന്ന് കൂടിയിട്ടേ. സത്യം അമ്മേ, എത്രയായെന്നറിയോ എല്ലാരും ഒന്ന് കണ്ടിട്ടേ. അതാ ഞാനും ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞേ. 2 ദിവസം നിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒപ്പരം നിക്കാലോ. അതന്നെ, വല്ലപ്പോഴല്ലേ ഇങ്ങനെ കൂടാൻ പറ്റോ? അല്ല, നാളെ അഞ്ജലിന്റെ സുമേഷിന്റെ കൂടെ നിന്റെ അമ്മ വരുന്നില്ലേ? ഓ, വരാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. അമ്മയും വരാന്നാ പറഞ്ഞേ. അപ്പൊ ശരി. കണ്ടില്ലേ, പോരെ, ഇനി എന്നെ ശല്യം ചെയ്യണ്ട. ചെറിയ കുട്ടിയാ, ആ മാത്രല്ല തള്ളപ്പൂച്ച കൂടെ ഉണ്ട്. മാന്തോ, ഇങ്ങോട്ട് പോരെ. ഒന്ന് തൊട്ടാക്കട്ടെ പ്ലീസ്.
അമ്മേ മോനെ കൃഷ്ണ, മക്കളെ നന്ദിനി, വന്നങ്ങള്. ഓ അച്ഛമ്മന്റെ സ്വത്തേ കണ്ടിട്ട് എത്ര ആയെന്നോ? അച്ഛമ്മക്ക് സുഖല്ലേ അച്ഛമ്മേ? ഓ അച്ഛമ്മക്ക് എന്താ മക്കളെ, അച്ഛമ്മ സുഖായിട്ടിരിക്കണേ. അല്ല അമ്മേ, അച്ഛനെന്തേ? അച്ഛനതേ വയലിലേക്ക് ഇറങ്ങിയതാ മോനെ, കുറച്ച് കഴിയും വരാനി. കാവില്ല മോളെ, അവള് കട വരെ ഒന്ന് പോയതാ. പിള്ളേർ രണ്ടരും തൊയ്ത്തിന്റെ അടുത്താ. അതാ നിങ്ങള് വന്നത് അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ, അല്ലെങ്കിൽ പാഞ്ഞിങ് എത്തിയായിരുന്നേ. അച്ഛാ ഞാനും തമ്മിൽ പോയിട്ട് ഉണ്ണിമോളെ നന്ദിട്ടിനെ കണ്ടിട്ട് വരേ. ഓ ശരി മക്കളെ, നോക്കി ചെല്ലിട്ടാ. ഓക്കേ അച്ഛാ. തമ്മിൽ വാ. ദേ വരുന്നു ചേച്ചി. അല്ല എന്താ രണ്ടുപേരും ഇവിടെ തന്നെ നിക്കുന്നേ? അകത്തോട്ട് കേറ് മക്കളെ. അമ്മേ സുഖം തന്നെ. ഓ അമ്മക്ക് എന്താ മോളെ, നിങ്ങളൊക്കെ അല്ലേ അമ്മ സുഖായിട്ടിരിക്കണേ. അല്ല വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓ എല്ലാവർക്കും സുഖമേ. ദേ ഇപ്പൊ കുറച്ചു മുന്നേ അമ്മ വിളിച്ചതേ ഉള്ളൂ. അമ്മേനെയും അച്ഛനെയും കാവിനെയും പിള്ളേരും എല്ലാരും കൂട്ടി അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. കൊറേ ആയല്ലോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട്. സത്യം, ഞാനും കൊറേ ആയി വിചാരിക്കുന്നേ അങ്ങോട്ടേക്ക് പോയി സരോജിനിനൊന്ന് കാണണമെന്ന്. എത്ര കാലായി കണ്ടിട്ട്. നേരജവ കണ്ടിട്ട് തന്നെ ഇപ്പൊ കൊല്ലം 2 ആയിന്നാ തോന്നുന്നേ. അതെ അമ്മേ, അന്ന് അഞ്ജുവിന്റെ കല്യാണത്തിന് കണ്ടതാണല്ലോ. പിന്നെ നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ടില്ലല്ലോ. ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടി വന്നാ മുഖം കാണിച്ചു പോകുന്നല്ലാതെ ഒരുമിച്ച് നിന്നിട്ടൊക്കെ എത്ര കാലായെന്നാ. എന്തായാലും നമുക്ക് നോക്കിയിട്ട് ഒന്ന് നാളെ അവിടെ വരെ പോയാലോ? 2 ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിക്കാലോ? ഓ അതിനെന്താടി മോളെ, എന്തായാലും പോവാം. അല്ലേലും വല്ലപ്പോഴല്ലേ ഇങ്ങനെ കൂടാനുള്ള അവസരം കിട്ടൂ. അപ്പൊ പിന്നെ അത് ഒഴിവാക്കണം എന്തിനാ? നാളെ എല്ലാവർക്കും എന്തായാലും അങ്ങോട്ട് പോവാ. 2 ദിവസം അവിടെ എല്ലാവർക്കും കൂടാന്നേ. എന്നാ ഞാൻ അമ്മനെ വിളിച്ച് പറയട്ടെ അമ്മേ. ഓ വിളിച്ചു പറഞ്ഞോടി മോളെ. അല്ലമ്മേ, അച്ഛനോടും കൂടി ഒരു വാക്ക് ചോദിക്കണ്ടേ? അതൊക്കെ എന്തിനാ മക്കളെ? അല്ലേലും അച്ഛൻ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും അച്ഛനൊന്നും പറയത്തില്ല. നീയെ സരോജിനെ വിളിച്ച് പറഞ്ഞേക്കേണ്ടി. നാളെ നമുക്ക് കാൽ തന്നെ പുറപ്പെടാം. അല്ലേടാ മോനെ? ഓ അതിനെന്താമ്മേ, എല്ലാവർക്കും അങ്ങോട്ട് പോവാന്നേ. 3 ദിവസം ഒഴിവുണ്ട്. എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് താമസിക്കാലോ. ഒരു 3 ദിവസം അടിച്ചു പൊളിക്കാലോ. അല്ലേലും വല്ലപ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടത്തുള്ളൂ. അതന്നെ. എന്തായാലും ഇങ്ങോട്ടേക്കല്ലേ വരാനിരിക്കുന്നേ. അന്നേരം കാണിച്ചേരട്ടാ ഉണ്ണിമോളെ. അപ്പൊ ഞാനാര് പോകയോ? കണ്ടിട്ട് എത്രയായി ചേച്ചി? മിസ് ചേച്ചി, മിസ് സോ മച്ച്. സെയിം പിച്ച് ഉണ്ണിമോളെ, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തായിരുന്നു. മതി മതി, നിങ്ങൾ സ്നേഹസല്ലാപം നടത്തിയതൊക്കെ. ഇങ്ങോട്ട് നോക്കേ, ഇവിടെ ഒരാളുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ലേ? ആരാടി? ഇനിയിപ്പോ പൈങ്കിളിക്കാരൻ വന്നിട്ടുണ്ടോ? അതെന്താ ഉണ്ണിമോളെ അങ്ങനെ ഒരു ടോക്ക്? നിനക്ക് പൈങ്കിളിനെയും വീണേച്ചിനെയൊക്കെ കണ്ണു കാണുള്ളോ? എന്നെ കണ്ണു കാണില്ലേ? ഓ സോറിടി, വീണേച്ചിനെ കുറേ ആയില്ലേ കണ്ടിട്ട്. അതാ പെട്ടെന്ന്. അപ്പൊ എന്നെ കണ്ടിട്ട് കുറേ ആയില്ലേ? ഞാനെന്താ ഇവിടെ തന്നെയാണ് നിൽക്കുന്നേ? ഞാനും ചേച്ചിന്റെ കൂടെ ഇപ്പോഴല്ലേ നിന്നെ കാണുന്നേ? ഓ എന്റെ പൊന്നെ, പെട്ടെന്ന് വീണേച്ചിനെ കണ്ടപ്പോ വീണേച്ചിനെ മിസ് ചെയ്ത് അതാ ഹഗ് ചെയ്തേ. ഇനി നീ വാ, നിന്നെ ഞാൻ മിസ് ചെയ്തായിരുന്നു. വാ നമുക്ക് ഹഗ് ചെയ്യാം. ഓ അങ്ങനെ ഞാൻ ചോദിച്ചായിരുന്നു മകളെ. സ്നേഹവും ഹഗ്ഗൊന്നും എനിക്ക് വേണ്ട. നീ എന്തുണ്ടെങ്കിലും ചേച്ചിക്ക് എന്നെ കൊടുത്തോ? എടി തമ്പുരു, ഈ നിസാര കാര്യത്തിനാണ് പിണങ്ങുന്നേ. ചേച്ചി എന്നെക്കാളും മൂത്തതല്ലേ, അതിന്റെ ഒരു ബഹുമാന. പക്ഷെ നീ അങ്ങനെയാണോ? നീ എന്റെ ട്വിന്നല്ലേടി? എടി പറയണ കേക്ക്. വന്നപ്പോ തന്നെ പിണങ്ങി പോവല്ലേ? നീ എന്റെ കസിന് മാത്രല്ലല്ലോ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയല്ലേ. എന്നാലും നീ ഒന്ന് നോക്കിക്കേ, ഇപ്പൊ ഞാനും നിനക്ക് പൈങ്കിളി നിനക്ക് ഫ്രണ്ട് തന്നെയാ. പക്ഷെ എന്നിരുന്നാലും ഞാനാണോ പൈങ്കിളിയാണോ ഒരു പിടി വലുതെന്ന് വെച്ചാ നീ പൈങ്കിളിനല്ലേ പറയത്തുള്ളൂ. അത് ഞാൻ തെറ്റായിട്ട് പറയില്ലട്ടോ. നിനക്ക് പൈങ്കിളിനോട് അത്രയും സ്നേഹം അടുപ്പുള്ളതുകൊണ്ടല്ലേ ചെറുപ്പം മുതലേ നീ അധികം കണ്ടിട്ടുള്ളത് പൈങ്കിളി ആയതുകൊണ്ട്. അതേപോലെ തന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ അധികം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഒരുമിച്ച് കളിച്ചിട്ടുള്ളതും വീണേച്ചിന്റെ കൂടെയല്ലേ. വീണേച്ചല്ലേ ചെറുപ്പത്തിൽ ഏത് സമയം എന്നെ എടുത്തോണ്ട് നടക്ക. അതിന്റെ ഒരു ഇത്തിരി സ്നേഹ കൂടുതൽ മാത്രം. അതിന് നിങ്ങൾ പിണങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓഹോ, അപ്പൊ കാര്യങ്ങൾ കിടപ്പുവശം അങ്ങനെയല്ലേ? എങ്ങനെ? അല്ല നീ പറയാണ്ട് പറഞ്ഞല്ലോ, നിനക്ക് എന്നെ വേണ്ട, ചേച്ചിന് മാത്രം മതിയെന്ന്. ഇതിനാണോ അവിടുന്ന് ഞാന് ഓടി ഗതിച്ചു വന്നേ? തള്ളുമ്പളേ ഒരു പിടി നോക്കി തള്ളിട്ടോ. നമ്മൾ ഓടി ഗതിച്ചാണോ വന്നേ, അല്ലാതെ വണ്ടിയിലല്ലേ? ചേച്ചി ഇപ്പൊ ചേച്ചിക്ക് സ്ക്രിപ്റ്റിൽ ഡയലോഗ് ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഉണ്ണിമോളെ, നിന്റെ അടുത്തുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉണ്ണിമോളെ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എടി ഞാനെന്താ പറഞ്ഞേ? ഞാന് അത് പിന്നെ വേണ്ട. ഇനി ഒരു വാക്ക് നീ പറയണ്ട. എല്ലാം നീ പറയാൻ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ ആരാന്ന് ഞാൻ മനസ്സിലാക്കി. എടി നിനക്കെന്താ വയ്യേ? വീണേച്ചി നോക്ക് ചേച്ചി, ഞാൻ അവളെന്താ പറഞ്ഞേ? അവളെന്തിനാ ഇങ്ങനെ പിണങ്ങുന്നേ? ശോ
വന്നല്ലോ. ഇപ്പൊ ദേ ഇവിടെ വന്നു. അതൊന്നും നീ കാര്യാക്കണ്ട. എന്റെ ഉണ്ണിമോള് വാ. നിനക്ക് ഈ ചേച്ചിനല്ലേ ഇഷ്ടം? എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടം. അല്ലേലും ചേച്ചി എന്ന റെസ്പെക്ട് സ്നേഹമൊക്കെ കാണിക്കുന്നത് നീ മാത്രാണേ. അപ്പൊ പിന്നെ സ്നേഹം കാണിക്കുന്നോടത്തല്ലേ നമുക്കും തിരിച്ച് കാണിക്കാൻ പറ്റോ? ചേച്ചി അല്ലെങ്കിൽ തന്നെ അവള് തെറ്റി നിൽക്കുവാ. ഈ പെണ്ണിനെ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നേ. ഇതൊക്കെ ഒരു രസമല്ല ഉണ്ണിമോളെ. ഇനി നടക്കാൻ പോണ ഷോ നമുക്ക് കണ്ണറിയാന്നേ. തമ്പിയോ അത് പിന്നെ ചേച്ചി തമാശക്ക്. അതെ, എനിക്കെല്ലാം മനസ്സിലായി. ഇനി എനിക്ക് ആരും വേണ്ട. ആരും. ഈ തമ്പുരുവേ ഒറ്റപ്പെട്ട പെൺകുയിനാ, പെൺകുയിന്. ഞാൻ പോവാ. എങ്ങോട്ടാടി? മല കയറാനാണോ? ചേച്ചി വേണ്ടട്ടോ. അല്ലെങ്കിൽ തന്നെ ഞാനങ്ങ് തകർന്നു പൊളിഞ്ഞിരിക്കുവാ. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിന്ന് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചതേലും പറഞ്ഞേക്കാം. ഓ, ഇന്റർവെൽ തുടങ്ങി. ഞാൻ പോവാ. ഉണ്ണിമോളെ, ഷോലതേ ഇന്റർവെൽ ഇട്ടേക്കുവാ. നീ വരുന്നെങ്കിൽ വാ. എടി തമ്പുരോ, അത് പിന്നെ നീ ഇങ്ങനെ പിണങ്ങാൻ മാത്രം, വിഷമിക്കാൻ മാത്രം ഞാൻ എന്താടി ചെയ്തേ? നീ ഇങ്ങനെ വന്നു കയറുമ്പോ തന്നെ എന്നോട് പിണങ്ങല്ലേ? നീ വന്നപ്പോ ഞാൻ എന്തോരം സന്തോഷപ്പെട്ടെന്ന് അറിയോ? ഞാൻ വന്നതല്ല, നിന്റെ വീണേച്ചി വന്നേര്. ചെല്ലുന്നിട്ട് വീണേച്ചിനെ എടുത്ത് എടുത്തോ. എനിക്ക് ആരും വേണ്ട. അല്ലേലും എനിക്ക് ആരുള്ളത്? എനിക്ക് ആരല്ല. ഞാന് ഒറ്റപ്പെട്ട പെൺകുയിനാ, പെൺകുയിന്. ഞാൻ പോവാ കേട്ടെങ്കിലും. എന്റെ ഈശ്വരാ, ബാക്കിയുള്ളവരെ വീട്ടിലെ കസിൻസ് ഒക്കെ വരുമ്പോ എന്ത് രസമായിരിക്കുന്നോ. ചെറിയും കളിയും അടിയും പിടിയൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും. പക്ഷെ ഇവര് വന്നു കഴിഞ്ഞാ ഇവര് തമ്മിലുള്ള അടി ഒത്തുതീർപ്പാക്കാൻ മാത്രമേ എനിക്ക് നേരമുള്ളൂ. വല്ലാത്തൊരു വിധിയായി പോയത്.